മൂന്നാറിലെ ട്രേഡ് യൂണിയൻ നേതാക്കൾ ടാറ്റ നൽകിയ വീടുകൾ മറിച്ചുവിറ്റും പണമുണ്ടാക്കി. കെപിസിസി വൈസ് പ്രസിഡന്റ് എ.കെ. മണിയാണ് വീട് മറിച്ചുവിറ്റ് ലക്ഷങ്ങൾ സ്വന്തമാക്കിയത്. സിപിഐ നേതാവ് സി.എ. കുര്യൻ സ്വന്തം യൂണിയനിന് കീഴിലെ സഹകരണ സംഘത്തിന് വാടകയ്ക്ക് സമ്മാന വീട് നൽകിയാണ് പണമുണ്ടാക്കുന്നത്. മൂന്നാർ തോട്ടം മേഖലയിലെ റിപ്പോർട്ടർ അന്വേഷണം തുടരുന്നു. കെപിസിസി വൈസ് പ്രസിഡന്റ് എ.കെ. മണിക്ക് നല്ലതണ്ണി റോഡിൽ ടാറ്റ നൽകിയ വീടാണിത്. വീട് ചിത്രീകരിക്കാനെത്തിയ റിപ്പോർട്ടർ വാർത്താ സംഘത്തോട് മണിയും സംഘവും തട്ടിക്കയറുകയും ചെയ്തു. അവസാനിക്കാൻ പോകണം നോക്കിയോ, എഴുതിത്തരാം എ.കെ. മണി. ഈ എവിടെ പോയി അവസാനിക്കാൻ പോകുന്നു ഈ പ്ലാന്റേഷനുകളെല്ലാം നോക്കിയോ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നാ പ്രയോജനം? മൂന്നാറിൽ തലചായ്ക്കാനിടമില്ലെന്ന് പരിതപിക്കുന്ന മണിക്ക് പെരിയവാര ഫാക്ടറിക്ക് സമീപം കമ്പനി നൽകിയിരിക്കുന്നത് 3 വീടുകൾ. ഇവയിൽ ഒരെണ്ണം അടുത്ത കാലത്താണ് വൻതുകയ്ക്ക് വിറ്റതെന്ന് അയൽവാസികൾ പറയുന്നു. ഈ വീട് ഞങ്ങൾക്ക് അയാൾക്ക് വേണമെന്നായിരുന്നു. കാരണം എന്താ വെച്ചാൽ അതുവഴി ഇങ്ങോട്ട് വഴി ഉണ്ടാക്കിയ അയാൾക്ക് എളുപ്പമാണ്. പിന്നെ ആ 2 വീടും ലാസ്റ്റ് ഇത് എത്രയ്ക്ക് കൊടുത്തെന്നറിയോ? 20 ലക്ഷം. സിപിഐ നേതാവ് സി.എ. കുര്യന് 3 വീടുകളാണ് നൽകിയിരിക്കുന്നത്. ഇടയ്ക്കെത്തുമ്പോൾ താമസിക്കുന്ന വീടൊഴികെ മറ്റു 2 എണ്ണവും വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഇതിൽ ഒരെണ്ണം കൊടുത്തിരിക്കുന്നത് സ്വന്തം യൂണിയന് കീഴിലുള്ള സഹകരണ സംഘത്തിനാണ്. സമ്മാനമായി കിട്ടിയ വീട്ടിൽ നിന്ന് 15,000 രൂപ കുര്യന് മാസ വരുമാനം. മൂന്നാർ ടൗണിൽ വീടുള്ള എസ് രാജേന്ദ്രൻ എം.എൽ.എക്ക് കമ്പനി വീട് നൽകിയിരിക്കുന്നത് പുതുക്കാടാണ്. പാർട്ടിയുടെ കണ്ണിൽ പൊടിയിടാൻ ബിനാമിയുടെ പേരിലാണ് വീടിപ്പോൾ. CPM നേതാവ് സുന്ദരമാണിക്യം, CPI നേതാവ് ഔസേപ്പ്, കോൺഗ്രസ് നേതാക്കളായ കുമാർ, മുനിയാണ്ടി എന്നിവരടക്കം 100-ലധികം നേതാക്കൾക്കാണ് സമ്മാന വീടുകൾ ലഭിച്ചിരിക്കുന്നത്. തലചായ്ക്കാൻ ഒരിടം എന്നതാണ് രാഷ്ട്രീയ നേതാക്കൾ സമ്മാന വീടുകൾക്ക് നൽകുന്ന വിശദീകരണം. എന്നാൽ 2ഉം 3ഉം വീടുകൾ കൈപ്പറ്റി മറച്ചു വിൽക്കുന്ന നേതാക്കൾ ലായങ്ങളിൽ ദുരിതജീവിതം നയിക്കുന്ന തൊഴിലാളികളെ വഞ്ചിക്കുകയാണ്. മൂന്നാറിൽ നിന്നും എബിൻ സാബുവിനൊപ്പം MS അനീഷ് കുമാർ, റിപ്പോർട്ടർ.